ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യും, ആരും വീട്ടിലില്ലാത്തതുകൊണ്ട്. ചിലപ്പോൾ സാധനം അവിടെ ഉണ്ടാവും, ഞാനൊരു എടുത്തേക്കുള്ള മടി കൊണ്ടോ. പണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളാ, അതായത് ഈ ഉമ്മ വർക്കിംഗ് ആണ് ചെറുപ്പം മുതലേ. അപ്പൊ ഞാനും എന്റെ ബ്രദേഴ്സൊക്കെ എന്ത് സാധനം ഉണ്ടെങ്കിലും കുക്ക് ചെയ്യും, അത്യാവശ്യം ഞങ്ങൾ കുക്ക് ചെയ്യും. പക്ഷെ വൈഫ് വന്നോടുകൂടി ഞാൻ ഭയങ്കര മടിയനായി. കാരണം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, നന്നായിട്ട് കുക്ക് ചെയ്യും ചെയ്യും, ഉള്ള കാര്യം പറയണല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തായിന്ന് വെച്ചാല് ഈ കുക്കിംഗ് ഇപ്പൊ ഞമ്മക്ക് പോയിട്ട് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എടുത്ത് കഴിക്കണതിനോടൊക്കെ ചെറിയൊരു മടി വരാൻ തുടങ്ങി. നമ്മളെ വഷളാക്കാണല്ലോ ചെയ്യുക, അവര് എടുത്ത് തന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട്. അപ്പൊ ഇപ്പൊ കുറെ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പം ആരും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പൊ അതുപോലത്തെ നോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അധികം ഉണ്ടാവില്ല, ഒക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അത് അവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, അയൺ ചെയ്ത് വെച്ച സാധനം പുറത്തുണ്ട്. ഇപ്പം ലവ് മാരേജ് ആയിരുന്നു. അതെ അതെ അതെ, ലവ് മാരേജ് എവിടുന്നാണ് കണ്ടുപിടിച്ചത് ശരിക്കും? പ്ലസ് ടു പഠിക്കുമ്പോ. ഒരുമിച്ച് പഠിച്ച ഒരു ബാച്ചിലുള്ള ഒരു ബാച്ചിലാണ്, പ്ലസ് 1 പ്ലസ് 2 പഠിച്ച ഒരു ബാച്ചിലുള്ള ആൾക്കാരെ. ഓക്കെ. പക്ഷെ അതൊരു എന്താ പറയാ, അങ്ങനെ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി ഒന്നുമല്ല. അങ്ങനെ ഐ ലവ് യു എന്ന് പറയാ അങ്ങനത്തെ ഒരു സാധനം ഒന്നല്ല. നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സർക്കിൾ കുറവായതുകൊണ്ട് തന്നെ ഞാൻ നമ്മളോട് പെട്ടെന്ന് അടുക്കുന്ന ആൾക്കാരായിട്ട് ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അങ്ങനത്തെ അറ്റാച്ച്മെന്റ്സ് എനിക്ക് ഒരുപാട് വേദനകളും തന്നുന്നുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് സ്റ്റോറി. അപ്പോൾ നമ്മളെല്ലാരോടും ഒരുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ നിന്ന് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരോട് അടുക്കാൻ ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രായം കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇപ്പൊ ഞാൻ കൂടുതൽ അകലാനാ ശ്രമിക്കുക. ഒരാളോടും സൗഹൃദം വന്നു കഴിഞ്ഞാൽ അധികം അടുക്കണ്ടെന്ന് മനഃപൂർവ്വം ഞാൻ എന്നോട് തന്നെ പറയാം, അടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ആ റിലേഷനിലേക്ക് ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ട് അങ്ങോട്ട് പോകും. അതെന്തായാലും ഒരു ദിവസം നമുക്ക് ഒരു പെയിൻ ഉണ്ടാക്കും. കാരണം ഓപ്പോസിറ്റിലുള്ള ആള് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോ ഇത്രയും ഡീപ്പ് ഇമോഷനിലേക്കൊക്കെ എന്തിനാ പോകുന്ന, ഒരു സൗഹൃദത്തിലാണേലും ശരി, എന്തിലാണേലും ശരി എന്നൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുക. പക്ഷെ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒന്നങ്ങനെ നിൽക്കുക. അപ്പൊ ഇതിലൊക്കെ എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒക്കെ എപ്പോഴെങ്കിലും ഒരു കോളൊക്കെ വരും വീട്ടിലേക്ക്, ഒരു പെരുന്നാളിനൊക്കെ വരുമ്പോ ഒക്കെ എന്താ വിശേഷം, ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്നെ വിളിച്ചു നോക്കാൻ ഒരു ഗേൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അയാൾ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ എന്നെ അധികം ആരും വിളിക്കുമല്ലോ, എൻ്റെ ഫോണിൽ അങ്ങനെ റിങ് ഇങ്ങോട്ട് വരില്ല. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യണോ, ജോലിന്റെ ഭാഗമായിട്ടുള്ള കോൾ അല്ലാണ്ട് എന്നെ വിളിച്ചിട്ട് എന്താ ജസ്റ്റ് സുഖല്ലേ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഒരു 1-2 ആളൊക്കെ ഉണ്ടാവും. അതന്നെ വളരെ റയർ. അത് എൻ്റെ പ്രശ്നം കേട്ടോ, ഞാൻ ഇവരോട് അങ്ങനെ കീപ്പ് ചെയ്യൂല. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ്, ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചു നോക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ദിൽഫായിരുന്നു. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് ആയി. അതങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഒബ്വിയസ്ലി MBBS പഠിക്കുന്ന സമയത്ത് മാരേജിന്റെ ഒരു സമയമൊക്കെ ആയപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ പറഞ്ഞു, സംഗതി എന്താന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. പക്ഷെ അതൊരു അറേഞ്ച്ഡ് പോലെ തന്നെ അങ്ങനെ പോയി.